കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ വെച്ച് നടന്ന ഹിംസയകലും സമൂഹം സർഗാത്മകമാകുമ്പോൾ ചർച്ചയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ചർച്ചയിൽ പങ്കെടുത്തവർ മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ, തിരക്കഥാകൃത്തും സാമൂഹിക പ്രവർത്തകയുമായ ദീദി ദാമോദരൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ വർഷ വിദ്യാധരൻ, യുവ എഴുത്തുകാരൻ ഗോകുൽരാജ്, ഒപ്പം ഫഹദ് റാസ. അരാഷ്ട്രീയമായിട്ടുള്ള ക്യാമ്പസുകളിൽ അക്രമം വർദ്ധിക്കുന്നു എന്ന രീതിയിൽ, ലഹരി പിടിമുറുക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളുണ്ട്. ശ്രീ പ്രമോദ് രാമൻ, താങ്കൾ കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോഴത്തെ രാഷ്ട്രീയം ക്യാമ്പസുകളിൽ ഉണ്ടാവാതിരിക്കുകയാണ് നല്ലത്. ഈ നിലയിൽ വന്നു കഴിഞ്ഞാൽ അത് അതിനെ അഗ്രവേറ്റ് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വരേണ്ട രാഷ്ട്രീയം എന്താണ്? സർഗാത്മകമായ രാഷ്ട്രീയമാണ്. അതെങ്ങനെ സാധ്യമാകും? അത്തരം ചോദ്യങ്ങളിലേക്കൊക്കെ കടക്കാൻ പോലുമുള്ള ഒരു സ്പേസ് നിലവിലുള്ള ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള അല്ലെ പരസ്പരം ഒരു ബ്ലെയിമിങ് പൊളിറ്റിക്സിൽ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനൊരു തുറന്ന സമീപനം ആവശ്യമാണ്. ഇപ്പോൾ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമ്പസുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെ എങ്ങനെയാണ് ഇവർ ചർച്ച ചെയ്യുന്നത്? ഞങ്ങളല്ല നിങ്ങളാണ്, നിങ്ങളല്ല ഞങ്ങളാണ് എന്ന് പറയുന്ന തരത്തിലാണ്. അത് മൊത്തമായി ഉൾക്കൊള്ളാനോ അതിൽ സ്വയം വിമർശനം വേണമെങ്കിൽ അത് നടത്താനോ ആരും തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ, മറിച്ച് സാമൂഹികമായ ഒരു അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഡ്രൈവാണ് വേണ്ടത്. ഞാൻ ഒരിക്കലും അവരെ അല്ല പറയുന്നത്. നമ്മളാരും തന്നെ സംസാരിക്കുന്നവരാരും തന്നെ അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരാണ് ഇതിലെ കുറ്റവാളികളെന്ന്. ശരിക്കും അതിനകത്ത് ഇടപെടേണ്ട രീതിയിൽ ഇടപെടാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അവർ ഈ ഗ്യാപ്പിൽ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിന് വേണ്ടുന്ന ഒരു ഡ്രൈവാണ് വേണ്ടത്. അവരെ ക്രിയാത്മകമായി സമൂഹവുമായി ബന്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ. നമുക്ക് എത്ര സാഹിത്യോത്സവങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. വായിക്കാൻ നല്ല താല്പര്യമുണ്ട് ഇപ്പോൾ ആളുകൾക്ക്. ധാരാളം പുസ്തകങ്ങൾ വിറ്റുപോകുന്ന ഒരു സമയമാണ്. ഒരു ഭാഗത്ത് അത് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ വലിയൊരു ഡിസ്കണക്റ്റും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പുതിയ തലമുറയിൽ ആരും വായിക്കുന്നില്ല. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി മാത്രമാണോ എല്ലാവരും വായിക്കുന്നത്? എനിക്കറിയില്ല. മറ്റ് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വായിപ്പിക്കണ്ടേ അവരെ കൊണ്ട്? അപ്പോൾ അതിനുള്ള ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് പ്രോസസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രമോദ് രാമൻ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ക്യാമ്പസുകളെ കുറിച്ചാണ്. ഗോകുൽ അതിനു മുൻപ് പറഞ്ഞത് കുടുംബങ്ങളെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായും ഈ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രം മനസ്സിലാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പെട്ട ഒരു കാര്യമാണ് പാരൻറ്റിങ്. ട്രോമ ഇൻഡ്യൂസിങ് ആയിട്ട് മാത്രം പാരൻറ്റിങ് നടത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ചുകൂടി ഒരു വാല്യൂ ആഡഡ് ആയിട്ടുള്ള പാരൻറ്റിങ്ങിലേക്ക് നമ്മൾ മാറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. അത്തരം സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ജെൻറ്റിൽ പാരൻറ്റിങ് എന്ന ഒരു ആശയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഡോക്ടർ വർഷ വിദ്യാധരനോട് ചോദിക്കാനുള്ളത്, ഈ പാരൻറ്റിങ്ങിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വന്നിട്ടുള്ള മാറ്റം, പ്രത്യേകിച്ചും ട്രോമ ഇൻഡ്യൂസിങ് ആയിട്ടുള്ളതിൽ നിന്നും ഒരു വാല്യൂ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ഈ ജെൻറ്റിൽ പാരൻറ്റിങ് എന്ന ഒരു ആശയത്തിലേക്ക് വരുമ്പോൾ കുട്ടികളെ ശിക്ഷിക്കേണ്ടതില്ല, അവരെ മറ്റൊരു രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഉള്ള ചിന്തയിൽ വരുമ്പോൾ എന്താണ് അതിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റം, അതോടൊപ്പം നെഗറ്റീവായിട്ടുള്ള മാറ്റവും? പാരൻറ്റിങ്ങിനെ സൈക്കോളജിയിലൂടെ അനലൈസ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ടെക്നിക്കൽ ടേംസ് പലപ്പോഴും പറയാറുണ്ട്. അതിൽ ഏറ്റവും പഴയതായിട്ട് പറയുന്നത് ഒന്ന് ഇൻസ്റ്റിങ്ക്റ്റീവ് പാരൻറ്റിംഗ് എന്ന് പറയും. അതായത് എന്നെ തെങ്ങിൽ കെട്ടിയിട്ട് അടിച്ചിട്ടാണ് വളർത്തിയിട്ടുള്ളത്, അതുകൊണ്ട് എൻ്റെ കുട്ടികളെയും എനിക്ക് അങ്ങനെ വളർത്തിയാലാണ് നന്നാവുക. വേറൊരു ടൈപ്പ് എന്താന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുക, അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ അവിടെ ഡിസിപ്ലിന് കൂടുതൽ പ്രാധാന്യവും എന്നാൽ വോംത്ത് കുറച്ച് താരതമ്യേന കുറയുകയും ചെയ്യുന്നു എന്നൊരു വാദമുണ്ട് ആ ഒരു ടൈപ്പ് പാരൻറ്റിങ്ങിൽ. അപ്പോൾ അതാണ് നമ്മൾ ഈ അതോറിറ്റേറിയൻ പാരൻറ്റിംഗ് എന്നൊക്കെ ടെക്നിക്കലി പറയുന്ന വാചകം. വേറൊരു ടൈപ്പ് പാരൻറ്റിങ് ആൾക്കാർ പൊതുവെ പറയുന്നത് ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്ന് പറയും. കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി പ്രൊട്ടക്റ്റ് ചെയ്ത് തീരുമാനമെടുത്ത് കുഞ്ഞിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇൻവോൾവ്മെൻറ്റ് പരിധിയിലധികമായിട്ട്, അവിടെ കൂടിയ വോംത്തും കൂടിയ ഡിസിപ്ലിനുമാണ് പ്രശ്നം എന്നാണ് സൈക്കോളജിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം വിട്ടാൽ പെർമിസീവ് പാരൻറ്റിങ് എന്നൊന്ന് വേറെ പറയുന്നുണ്ട്. അവിടെ പാരൻ്റ് അല്ല, ഫ്രണ്ടാണ്. അതായത് എനിക്ക് പല കാര്യങ്ങളും നടന്നില്ല, അതുകൊണ്ട് കുട്ടിക്ക് അത് സാധിപ്പിച്ചു കൊടുക്കട്ടെ. വോംത്ത് കൂടുതലുണ്ടെങ്കിൽ പോലും ഡിസിപ്ലിൻ ഒട്ടും ഇല്ല എന്നുള്ളതാണ് ഈ പെർമിസീവ് പാരൻറ്റിങ്ങിൽ സൈക്കോളജിക്ക് ഒരു പ്രശ്നമായിട്ട് പറയാനുള്ളത്. അപ്പോൾ സൈക്കോളജിക്കലി കുറച്ച് കാലം വരെ നമ്മൾ റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നത് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറയും. അതായത്
ഉത്തരവാദിത്തോട് കൂടിയിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയും. അതായത് നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഇനി ആ ഫാമിലിയിൽ സ്നേഹമുണ്ട്, പക്ഷെ ഡിസിപ്ലിൻ വിത്ത് ലവ് എന്ന് പറയും. അതായത് ആ ഫാമിലിയിൽ ബൗണ്ടറീസ് എന്തായാലും വേണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം പാരൻ്റ് ആവണോ അല്ലെങ്കിൽ ഫ്രണ്ട് ആവണോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സൈക്കോളജിക്ക് ഒരു സംശയവുമില്ല, പാരൻ്റ് എപ്പോഴും പാരൻറ്റിൻ്റെ റോള് തന്നെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഇപ്പം നേരത്തെ ഗോകുല് പറഞ്ഞതുപോലെ കേൾക്കാനുള്ളൊരു മനസ്സ്, അത് കുട്ടിക്ക് ആവശ്യമുള്ള സമയത്തേക്ക് എത്തുമ്പോൾ ചില സമയം പാരൻറ്റിൻ്റെ റോള് ഒരു ഫ്രണ്ടായിട്ടും ചിലപ്പം ഒരു മെൻറ്ററായിട്ടും ചിലപ്പോൾ ഒന്നും വേണ്ട കേട്ടിരിക്കാനുള്ള ഒരു ലിസണർ മാത്രമായി മാറാനുള്ള വൈബ്രൻ്റ് റോൾ ചേഞ്ചസ് പോസിബിൾ ആകുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ഈ ജെൻറ്റിൽ പാരൻറ്റിങ് അല്ലെങ്കിൽ കോൺഷ്യസ് പാരൻറ്റിങ് ഒക്കെ വന്നത്. അപ്പോൾ കോൺഷ്യസ് പാരൻറ്റിങ് അല്ലെങ്കിൽ ജെൻറ്റിൽ പാരൻറ്റിങ്ങിൽ 4 കാര്യങ്ങളാണ്. ഒന്ന്, കുഞ്ഞിനോട് എംപതി വേണം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് അവിടെ ഒരു വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ നടക്കില്ല. നമ്മൾ സൈക്കോളജിനോട് ഏറ്റവും അടുത്ത പ്രൊഫഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ടൈലറിംഗ് എന്നാണ്. കാര്യം എന്താ, എനിക്കുള്ളൊരു കുപ്പായം അതേ ഫിറ്റിങ്ങിൽ ഒരിക്കലും വേറൊരാൾക്ക് പറ്റില്ല. അപ്പോൾ കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിൽ കുഞ്ഞിനെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ള എംപതി. രണ്ടാമത്, ചെറിയ രൂപവും അധികമൊന്നും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലാത്ത എന്നാൽ സ്വന്തമായ ഐഡിയാസ് ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു ഗ്രോയിങ് ബ്രെയിൻ ആണെന്നുള്ള റെസ്പെക്റ്റ്. അത് നമ്മുടെ ഭാഗത്ത്, നീ കുട്ടിയല്ലേ, നീ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയുന്നതിനേക്കാൾ അവരായിരിക്കുന്ന പൊസിഷനെ റെസ്പെക്റ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയും. അതാണ് ഈ ജെൻറ്റിൽ അല്ലെങ്കിൽ കോൺഷ്യസ് പാരൻറ്റിങ്ങിൻ്റെ വേറൊരു ഭാഗം പറയുന്നത്. പക്ഷേ ബൗണ്ടറീസ് എന്തായാലും വേണം എന്നുള്ളതാണ്. കണക്ട് ചെയ്താലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ ഈ ജെൻറ്റിൽ പാരൻറ്റിങ്ങിൻ്റെ വാദം തന്നെ. അതായത് എനിക്കിപ്പോൾ ഒരാളോട് ഫോണിൽ സംസാരിക്കണമെങ്കിൽ തന്നെ പ്രോപ്പർ കണക്ഷൻ ഉണ്ടെങ്കിലേ ഞാൻ പറയുന്നത് അയാൾ കേൾക്കുള്ളൂ. അപ്പോൾ നീ പഠിക്കുക, നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യ്, കോൺസ്റ്റൻറ്റ് കമാൻഡുകൾ മാത്രമാണ് ചെല്ലുന്നതെങ്കിൽ കണക്ടിവിറ്റി ഇല്ലാതെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് എത്തില്ല അവരെ മനസ്സിലേക്ക് എന്നുള്ളത്. അപ്പോൾ ഈ കണക്റ്റഡ് ആവാനാണ് കുറച്ച് സമയം കുട്ടികളുടെ കൂടെ എന്ന് പറയണത്. അത് എത്ര സമയം എന്നല്ല, ആ സമയം നമ്മൾ എത്ര നന്നായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ്. പിന്നെ അവരെ കേട്ടാൽ തന്നെ നിനക്ക് അതാണോ അപ്പോൾ ഫീൽ ചെയ്തേ, അങ്ങനെയാണോ നിനക്കത് തോന്നിയേ, അപ്പം നീ അപ്സെറ്റായോ, ഈ കേൾവി തന്നെ ശരിക്കും ഒരു ഗൈഡൻസിൻ്റെ ഫലം ചെയ്യും എന്നാണ്. വാലിഡേറ്റ് ദെയർ ഇമോഷൻസ് എന്ന് പറയും. അപ്പോൾ അതാണ് ജെൻറ്റിൽ പാരൻറ്റിങ്ങിൻ്റെ വേറൊരു കാര്യം. പിന്നെ ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിനോട് കൂടിയുള്ള സ്നേഹത്തിന്, നമ്മളിപ്പം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കൂടുന്നു, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല, പിടിച്ചു വാങ്ങാൻ സ്നേഹം ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് വേറൊരാളെ അയാളായിരിക്കുന്ന അവസ്ഥയിൽ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ സ്വയം ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ഇമോഷൻസ് വെൻ്റ് ഔട്ട് ചെയ്ത് അത് കേൾക്കപ്പെടാനുള്ളൊരു പ്ലാറ്റ്ഫോം വേണമല്ലോ. അപ്പോൾ അവിടെ സമയം കുറേ വേണം എന്നല്ല, ഉള്ള സമയം. പിന്നെ ജെൻറ്റിൽ പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും അടിത്തറയിൽ പറയുന്നത് പാരൻസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഴയടുപ്പാണ്. അതായത് അച്ഛൻ്റെ പ്രയോറിറ്റി അമ്മയായിരുന്നു, അമ്മയുടെ പ്രയോറിറ്റി അച്ഛനായിരുന്നു. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, പക്ഷേ അതവർ ഹെൽത്തി ആയിട്ടാണ് സോർട്ട് ഔട്ട് ചെയ്യുന്നത്. ഈ ഒരു മെസ്സേജ് അവരുടെ ബിഹേവിയറിലൂടെ കാണിക്കാനാണ്. ലെറ്റസ് വർക്ക് ത്രൂ മോഡൽസ് എന്നാണ് ജെൻറ്റിൽ പാരൻറ്റിങ്ങിൽ പറയുന്നത്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ജനറേഷൻ തീർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് പെരുമാറ്റം മോഡിഫൈ ചെയ്യാം. ഫൈനലി ജെൻറ്റിൽ പാരൻറ്റിങ്ങിൽ പറയുന്ന ഒരു കാര്യം, എല്ലാ കുട്ടികളും ബേസിക്കലി നല്ലതാണ്. ചില പെരുമാറ്റത്തിൽ മാത്രമാണ് പ്രശ്നം. പക്ഷെ നമ്മളൊരു ഇഷ്യൂ വരുമ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് നീ അങ്ങനെയാ, നീ ഇങ്ങനെയാ, നീ ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ ടാർഗറ്റിംഗ് ദ ചൈൽഡ് എന്ന് പറയുമ്പോൾ ആളുടെ കോൺഫിഡൻസ് കുറഞ്ഞ് അപ്സെറ്റായി, എനിക്കാരും ഇല്ല, എന്നെ ആരും കെയർ ചെയ്യുന്നില്ല, എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. മുന്നത്തെ സിറ്റുവേഷനിലാണെങ്കിൽ പാരൻ്റ് അങ്ങനെ പറഞ്ഞാലും അത് ബഫർ ചെയ്യാനുള്ള സോഷ്യൽ ഫാബ്രിക് നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ റിലേറ്റീവ്ലി അത്ര തന്നെ ഇല്ല. നമ്മളിലേക്ക് ഒതുങ്ങുന്ന സെൽഫ് സെൻറ്റേർഡ്നെസ് കൂടുന്നത് കൊണ്ട് ബേസിക്കലി
ചൈൽഡ് ഇസ് ഓക്കെ, പക്ഷെ ബിഹേവിയേഴ്സിനെ നമ്മൾ മോഡൽ ചെയ്യണം. അപ്പോൾ അവിടെ ഒരൊറ്റ ചോദ്യം കൂടി, പണിഷ് ചെയ്യാമോ? ഇപ്പം നമുക്ക് ഹൈക്കോടതി അടക്കം ചൂരലെടുത്തോളൂ, പണിഷ് ചെയ്തോളൂ, പല നിരീക്ഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ സൈക്കോളജിയുടെ വാദം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബിഹേവിയറിൻ്റെ കൂടെ പെയിൻ കപ്പിൾ ചെയ്യുമ്പം നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ചിന്ത. അതായത് ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അടി കിട്ടും. പക്ഷേ അതിലുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് കൊടുക്കുന്ന ആളും സ്വീകരിക്കുന്ന ആളും എങ്ങനെയുള്ളതാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഗിവറും ടേക്കറും ആര്, എന്ത്, എപ്പോൾ, എങ്ങനെയെന്നുള്ളതിനെ ടൈലർ മെയ്ഡ് ചെയ്തിട്ട് മാത്രമേ ഏത് പണിഷ്മെൻറ്റ് മൊഡാലിറ്റി അവിടെയും പാരൻ്റ് കോൺഷ്യസ് ആയിരിക്കണം. ഇനി ഇതിലെല്ലാത്തിലുള്ള ബോട്ടം പോയിൻ്റ് എന്താ വെച്ചാൽ, ഒരു പെർഫെക്റ്റ് പാരൻറ്റിങ് എന്നൊന്നില്ല. നമുക്കൊക്കെ നമ്മളുടേതായ കുറേ ഫ്ലോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോൺഷ്യസ് ആകും, ആസ് എ വ്യക്തി എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, പക്ഷേ ഞാനൊന്ന് പോസ് ഡൗൺ ചെയ്ത് കാം ചെയ്ത ശേഷം എൻ്റെ കുട്ടിയുടെ ഈ ബിഹേവിയറിനെ അഡ്രസ്സ് ചെയ്യട്ടെ. അതാണ് ജെൻറൽ പാരൻറ്റിങ്ങിൻ്റെ ബേസിക് എക്സ്റ്റൻഷനായിട്ട് പറയുന്നത്. ഒരുപാട് അധ്യാപകർ പരാതി പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ കുട്ടികളെ തൊടാൻ പറ്റില്ല, മുമ്പായിരുന്നപ്പോൾ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ കുട്ടിയെ ശിക്ഷിക്കാമായിരുന്നു, ഇന്ന് ശിക്ഷയില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ദീദി ദാമോദരൻ കോളേജ് അധ്യാപിക കൂടിയാണ്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു കാലത്തും ശിക്ഷിക്കാൻ അധ്യാപകർക്ക് അവകാശമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ആരെയും ശിക്ഷിച്ചിട്ടില്ല. ഞാനൊരു ഹൈറ്റൻ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് കുട്ടികളെ അങ്ങോട്ട് നോക്കി പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പഠിപ്പിക്കുമ്പം കൃത്യമായ ഒരേപോലെ ചെയർ വട്ടത്തിലിട്ടിട്ട് ഇരുന്നിട്ടാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മോ കിട്ടിയിട്ടുള്ളത് കുട്ടികൾക്ക് വഴിവിട്ട് സഹായങ്ങൾ ചെയ്യുന്നു എന്ന പേരിലാണ്. ശിക്ഷിക്കുന്ന മാതൃക എൻ്റെ മാതൃകയല്ല. ഓരോരുത്തരും അടിസ്ഥാനപരമായിട്ട് ഓരോ വ്യക്തികളാണ്. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവരവരുടെ സ്പേസ് അവരവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന പാഠം പഠിപ്പിച്ചുകൊണ്ട് വേണം രക്ഷിതാവാണെങ്കിലും അധ്യാപകരാണെങ്കിലും മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ വീട്ടിൽ അമ്മ അടുക്കളയിലും അച്ഛൻ പുറത്ത് പത്രം വായനയും അച്ഛൻ്റെ ഡിക്റ്റേറ്റ്സ് കേൾക്കുന്ന അമ്മയും അമ്മയോട് ഒരു ബഹുമാനവും ഇല്ലാതെ പെരുമാറുന്ന അച്ഛനും അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ വീട്ടിൽ കലഹം ഉണ്ടാവും എന്നതുകൊണ്ട് അത് കുട്ടിയുടെ സൈക്കിക് ഇഷ്യൂസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അടങ്ങിയിരിക്കേണ്ടത് അമ്മയാണ് എന്ന് പറയുന്ന ആ പറഞ്ഞ കുടുംബത്തിലെ ആ പറഞ്ഞ പേരൻറ്റിങ് എങ്ങനെയാണ് നല്ല മാതൃകകൾ ഉണ്ടാക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോളേജുകളിലൊക്കെ പൊളിറ്റിക്സ് വേണോ വേണ്ടേന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരു മോഡലില്ല. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടികളെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ടാർഗറ്റ് ചെയ്ത് കുട്ടികളുടെ സ്വഭാവം നേരെയാക്കാനും ഒക്കെ നടക്കുന്ന നേരം കൊണ്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ലഹരി വരുന്ന സോഴ്സ് കണ്ടെത്തുകയും സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നതിന് പകരം കുട്ടികളെ മാരത്തോൺ ഓടിക്കുക, കുട്ടികൾക്ക് മറ്റേ ക്ലാസ്സുകൾ കൊടുക്കുക, ഇത് എവിടുന്നാണ് അവർക്ക് അവൈലബിൾ ആവുന്നത്? അത് കണ്ടുപിടിക്കാൻ സ്വന്തം നമ്മൾ ചെയ്യാതെ എങ്ങനെയാണ് ഈ കുട്ടികളുടെ കുറ്റം കുട്ടികളുടെ മേലെ ആക്കുന്നത്? പിന്നെ ഇതിൽ പ്രത്യേകിച്ച് സ്ത്രീ ആയതുകൊണ്ട് ഈ പേരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ അപ്സെറ്റ് ആവുന്നൊരു ടേം അവിടെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകളെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഹൗസ് ഹോൾഡിനകത്ത് നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് മാത്രമേ അത് പുറത്ത് നിന്നിട്ട് കാണിക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് പത്രം എടുത്താൽ നമുക്ക് കാണാൻ പറ്റും, വീട്ടമ്മ ഒളിച്ചോടിപ്പോയി, അതിലൊരു കുറ്റം ചാർത്തുണ്ട്. രണ്ടുപേരാണ് ഒന്നിച്ച് നടത്തിയ ഒരു ആക്റ്റാണ്. കൂടെ ഓടിപ്പോയ ആൾ ആരാന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ടിയിരുന്ന ഒരു സ്ത്രീയാണ് ഓടിയത് എന്ന് ഇന്നും പത്രവാർത്തയിൽ ഹെഡ്ലൈൻ ആവാം എന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഇത്തരം കുട്ടികളെ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതിന് കുട്ടികളെ അല്ല പറയേണ്ടത്, കൃത്യമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റം ഇസ് റോട്ടൺ. ഇവിടെ നിന്ന് ഓടണം എന്ന് തോന്നുന്ന പോലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഈ ക്യാമ്പസുകളിലേക്ക് ദീദി ഇപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യം, അതായത് നമ്മൾ ഈ സിസ്റ്റം ഫെയിലായതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്യാമ്പസിൽ നിന്നും ഏതാനും വർഷങ്ങൾ മാത്രമായിട്ടേ ഉള്ളൂ ഗൂഗിൾ ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? അതായത് നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറ്റേണ്ട സാഹചര്യം ക്യാമ്പസുകളിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് അതിലുള്ളത്. അതായത് ക്യാമ്പസുകളിലുള്ള, നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ള ഇതേപോലുള്ള ഒരു ടീച്ചർ ഞങ്ങളെ ക്യാമ്പസിലുണ്ടായിരുന്നു. ആ ടീച്ചർക്കാണ് ഏറ്റവും കൂടുതൽ മെമ്മോ വന്നിട്ടുള്ളത്. അതായത് 2 ടീച്ചർമാർ, ഒരു ടീച്ചർക്കെതിരെ വന്ന മെമ്മോ എന്ന് പറയുന്നത് കുട്ടികളെ വട്ടത്തിലിരുത്തിയത് കൊണ്ട് പെൺകുട്ടികളെ അടുത്ത് ഇരുന്നു കൊണ്ട് അധ്യാപനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ടീച്ചറെ സസ്പെൻഡ് ചെയ്യുക ചെയ്തത്.
നമ്മളെ കോളേജുകളിൽ പഠിപ്പിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള തലമുറയിൽപ്പെട്ട ആളുകളാണ്, അധ്യാപകരാണ്. അവരിൽ പലർക്കും ഈ ബോധം ഉള്ളിലുള്ളത് കൊണ്ടുള്ള കുറേ പ്രശ്നങ്ങൾ, ഇവർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിഷയം ക്യാമ്പസുകളിലുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ സോഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സമയമോ എഫേർട്ടോ കൊടുക്കാൻ വേണ്ടി നമുക്ക് തോന്നില്ല. ഇപ്പോൾ ഒരു പുകവലിക്കുന്ന ആൾ തന്നെ ഇപ്പോൾ സുഹൃത്ത് വലയങ്ങൾ ഒന്നും ചെയ്യാനില്ല, അപ്പോൾ ഒന്ന് പുകവലിച്ച് കളയാന്നുള്ള രീതിയിലാണ് പുകവലിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ, ഇപ്പോൾ ജോലി കിട്ടാതെ നിൽക്കുന്ന ഒരു കൂട്ടാൾ ഒരു റൂമെടുത്ത് താമസിക്കാൻ അവിടെ എന്തായാലും കഞ്ചാവോ MDMA ഉപയോഗം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഒരു പ്രവൃത്തിയിൽ സോഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് ഇത് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളെ സോഷ്യലൈസേഷനൊക്കെ തന്നെ ഈ ഏറ്റവും പുതിയ തലമുറയൊക്കെ തന്നെ കൂടുതലും സംവദിക്കുന്നത് ഈ ഫോണിലാണ്. അപ്പം ഈ കോണ്ടന്റിൻ്റെ അനുസരിച്ചാണ് ഇവരുടെ പ്രവർത്തികളും വരുന്നത്. അപ്പം ഈ സോഷ്യലൈസേഷൻ നടക്കേണ്ടതുണ്ട് കലാലയങ്ങൾ, അല്ലെങ്കിൽ ക്യാമ്പസുകൾ. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള മാതൃകകൾ നമുക്ക് കാണിച്ചു കൊടുക്കാനില്ലാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യലൈസ് ചെയ്യാനുള്ള, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുള്ള ക്ലാസ് റൂം സിസ്റ്റം, സംവദിക്കാൻ പറ്റുന്ന ക്ലാസ് റൂം സിസ്റ്റം, നമ്മളെ കേൾക്കുന്ന അധ്യാപകർ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ സോഷ്യലൈസേഷൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മൾ യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ചും ആ സോഷ്യലൈസേഷൻ്റെ ഒരു കുറവാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ കൂടി വരാനുള്ള ഒരു കാരണമെന്ന് പലപ്പോഴും ആരോപിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ആളുകളെല്ലാം ഒറ്റ തുരുത്തിലേക്ക്, സ്ക്രീനിലേക്കോ മുറിയിലേക്കോ മാറി ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സോഷ്യലൈസേഷൻ എന്നൊരു പ്രക്രിയ എത്രത്തോളം ഓരോ വ്യക്തിയിലും ഇത്തരം പ്രവണതകളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു കാരണമാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രചോദനമാകുന്നുണ്ട്? നമ്മളിപ്പം ചെറിയ കുട്ടികളോട് വളരെ കോമൺ ആയിട്ട് അവരുടെ ഡിഫിക്കൽട്ടി എന്താ ചോദിച്ചാൽ ബോറടിക്കുന്നു എന്നാണ്. അപ്പോൾ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഹാപ്പി ആവാൻ, അവരുടെ സ്പേസിൽ റിലാക്സ്ഡ് ആകാൻ പറ്റുന്ന സോഴ്സുകൾ തിരയുക എന്നുള്ളത് നമ്മുടെ തന്നെ എല്ലാ മനുഷ്യരുടെയും ഒരു രീതിയാണ്. ഇപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഈസിലി ആക്സസബിൾ ആണ്. അപ്പോൾ ഈ ഈസിലി ആക്സസബിൾ, ഗൂഗിൾ പറഞ്ഞല്ലോ 15 സെക്കൻഡാണ് ഇപ്പോൾ ഗൂഗിളിന് കൊടുക്കുന്ന ടൈം എന്ന്. അപ്പോൾ അതിൽ ഓരോ സെക്കൻഡും മാറി മറയുന്ന ഇമേജസ് ആണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ബ്രീഫ് കോൺസെൻട്രേഷൻ കൊടുത്താൽ മതി. ഇപ്പോൾ ദീദി പറഞ്ഞതിലുള്ളൊരു വലിയ സൈക്കോളജിക്കൽ ആംഗിൾ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ ജനറേഷൻ അപേക്ഷിച്ച് പുതിയ ജനറേഷന് 10ഓളം പോയിൻറ്റ്സ് IQ ശരിക്കും പറഞ്ഞാൽ കൂടി വരുന്നതായിട്ടാണ് സൈക്കോളജിയുടെ തന്നെ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ബോർഡം കൂടുതൽ മനസ്സിലാവുന്നു. അതായത് എനിക്ക് മടുക്കണു, എനിക്ക് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു റിക്രിയേഷൻ വേണം. അപ്പോൾ എനിക്ക് സൊസൈറ്റിയിലേക്ക് കണക്ട് ചെയ്ത ആളുകളോട് മിണ്ടി വർത്താനം പറഞ്ഞൊക്കെ വേണമെങ്കിൽ അത് അച്ചീവ് ചെയ്യാം. പക്ഷേ കൂടുതൽ ഈസി ആയിട്ട് എനിക്ക് അതിലേക്ക് സോഴ്സുകളുണ്ട്. അപ്പോൾ ഞാൻ എന്നിലേക്ക് ഒരു എമൗണ്ട് ഓഫ് സോഷ്യൽ ഡിസ്കണക്റ്റ് നമുക്കെല്ലാവർക്കും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഫ്രീ ടൈം കിട്ടിയാൽ എന്താ ചെയ്യുക? നമ്മളെ ഡിവൈസിലുള്ള കാര്യങ്ങൾ നോക്കും. അത് നമുക്ക് കുറച്ചൊരു റിക്രിയേഷണലും ആണ്, സ്റ്റിമുലേറ്റിങ്ങും ആണ് എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിലൊരു ബ്രെയിൻ ബേസും ആക്ച്വലി സൈക്കോളജി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ സന്തോഷം തരുന്ന പ്ലെഷർ പാത്വേസിൽ തന്നെയാണ് സ്ക്രീൻസ് ആണെങ്കിലും പെരുമാറ്റങ്ങളാണെങ്കിലും ഈവൺ നമ്മൾ ഈ പറയുന്ന ലഹരികളാണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പം ദിസ് ഗിവ്സ് മീ എ ഫീൽ ഗുഡ്. എനിക്കിതൊരു നല്ല ഫീലിംഗ് തരണു. എനിത്തിങ് നമുക്കൊരു ഫീൽ ഗുഡ് ഉള്ളത് നമ്മൾ വീണ്ടും ചെയ്യില്ലേ? അപ്പോൾ ഒരു എമൗണ്ട് സോഷ്യൽ ഡിസ്കണക്റ്റ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യത്തിലുണ്ട് എന്നുള്ളത് ട്രൂത്ത്ഫുള്ളാണ്. ഇനി ഇത് അപകടമാണെന്നും സൈക്കോളജി പറയുന്നൊന്നുമില്ല. നമ്മളിപ്പോൾ കുറച്ച് നേരം സ്ക്രീൻ നോക്കി, അല്ലെങ്കിൽ കുട്ടികൾ കുറച്ച് നേരം ഗെയിം കളിച്ചു. ആക്ച്വലി ഗെയിമിഫിക്കേഷൻ, ഹെൽത്തി ഗെയിംസ് ഒരുപാട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇതിൽ ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാതെ ആവുന്നു. 4 വയസ്സുകാരൻ ചെയ്യേണ്ടതല്ലാത്തത് ചെയ്യുന്നു എന്നുള്ളത്. 2, ആ ഉപയോഗിക്കുന്ന സ്ക്രീൻ അല്ലെങ്കിൽ ആ സോഷ്യൽ ഡിസ്കണക്ട് സമയത്ത് വരുന്ന ഡിവൈസ് ബേസ് ചെയ്തിട്ടുള്ള വയലൻസ് കണ്ടൻറ്റ്. ഇപ്പം നമുക്ക് ഫിലിംസിന് കുട്ടികളെ കൂടെ കൊണ്ടുപോകുമ്പം നിർബന്ധമായിട്ടും ഏജ് ബാർ ശ്രദ്ധിച്ചു കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ നമുക്ക് എല്ലാ മീഡിയയിലും വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഏജ് അപ്രോപ്രിയേറ്റ് ആണോ വയലൻസ് കണ്ടൻറ്റ് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി കണ്ടൻറ്റ്, ലീഗൽ കാര്യങ്ങൾ? ഇനി ഇതിലും ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ സൈക്കോളജി പറയുന്നുണ്ട്. നോക്കൂ, എല്ലാ സമയത്തും സോഴ്സിനെ റിഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ അല്ല, ഫീസിബിളും അല്ല. നമ്മളോട് കുട്ടികൾ ചോദിക്കുക, എല്ലായിടത്തും
ബെവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് ഇല്ലേ, എന്നിട്ട് നിങ്ങൾ വന്ന് ക്ലാസ് എടുത്തിട്ട് എന്താ കാര്യം, മദ്യത്തിനെതിരെന്നാ ലീഗലൈസ് ചെയ്യാൻ എല്ലാ രാജ്യങ്ങളിലും പറയുന്നുണ്ട്, പിന്നെ ഇവിടെ മാത്രം എന്താ പ്രശ്നം എന്നാ. അപ്പോൾ ലീഗലൈസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഉള്ള രാജ്യങ്ങളിലെല്ലാം അത് കനാബിസ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും അയാൾക്കൊരു ചോയ്സ് കൊടുക്കുകയാണ്. അയാളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങാ, ഇതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടോ, ഇതുകൊണ്ട് എനിക്ക് എന്താ ദോഷം, ഞാൻ എന്താ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ചോയ്സാണ് അയാൾ ഫൈനലി എടുക്കുന്നത്. അത് സോഷ്യൽ ഡിസ്കണക്റ്റിനും ഞാൻ എങ്ങനെ മിണ്ടണം, ഏത് രീതിയിൽ മിണ്ടണം, ഏത് പ്ലാറ്റ്ഫോം വേണം, ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മുടെ എല്ലാ ജനറേഷനും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ, റാദർ സോഴ്സ് അധികം റെഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ അത് യൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ ആൾക്ക് എടുക്കാൻ പറ്റുമല്ലോ. നമ്മൾ ഈ വിഷയത്തിൽ നിന്നും ചെറിയ ഒരു ഡീവിയേഷൻ എടുക്കുകയാണെങ്കിൽ, സൊസൈറ്റിയിൽ ഈ ഒരു വയലൻസ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നത് കുട്ടികളോടൊപ്പം തന്നെ സ്ത്രീകളുമാണ്. അത് ഏത് വയലൻസ് നടക്കുമ്പോഴും ഒരു സ്ത്രീ സമൂഹത്തിൽ ഇരട്ട ചൂഷണം നേരിടുന്നുണ്ട് എന്ന് പറയാറുണ്ട്. ദീദി ദാമോദരൻ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അതിനെതിരെ ധാരാളം സംസാരിക്കുന്നയാളാണ്, പോരാടുന്നയാളാണ്. അപ്പോൾ ഓൺ സ്ക്രീൻ വയലൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, സിനിമയിലുള്ള ഓൺ സ്ക്രീൻ വയലൻസ്. ഓഫ് സ്ക്രീൻ അത് എത്രത്തോളം ആ ഒരു മേഖല സ്ത്രീകൾക്ക് അൺസേഫ് ആണ്, എത്രത്തോളം അത് വയലൻ്റ് ആണ്? സിനിമയിൽ ഇതിനകത്ത് നടക്കുന്ന വയലൻസ് ഒരു ഗോസിപ്പ് അല്ല എന്നും അത് കൃത്യമായിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ, സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടത്തുകയും വലിയ കുറേ കാലം എടുത്ത് പഠിച്ചു അത് പ്രസിദ്ധീകരിച്ചു. അത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, അടുത്ത സെക്കൻഡിൽ ഏത് ഓഫീസറും അല്ലെങ്കിൽ ഏത് ഭരണാധികാരിയും അപ്പം തന്നെ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള അത്രയും കാര്യങ്ങളുണ്ട്. മുഴുവൻ ആൾക്കാരും മൗനമായിട്ടാണ് ഇരിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും വലിയ ക്രൈം എഗെയിൻസ്റ്റ് വുമൺ എന്ന് പറയുന്നത്. അത് മുന്നോട്ട് നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിലെ പിന്നെയാണ് ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ എന്നൊക്കെ പറയുന്നത്. എനിക്ക് ജോലി ചെയ്യണമെങ്കിൽ എന്ത് തരം ജോലിയാണ് എന്ന് ഡിഫൈൻ ചെയ്യാത്ത, എനിക്ക് എത്ര കൂലി കിട്ടും എന്ന് പറയപ്പെടാത്ത, എത്ര ദിവസമാണ് എൻ്റെ ജോലി ആവശ്യം എന്ന് പറയാത്ത, ഒരു ട്രാൻസ്പെറൻസിയും ഇല്ലാത്ത, ഒരു കോൺട്രാക്റ്റ് പോലും ഒപ്പിടാതെ കൂട്ടമായിട്ട് ആൾക്കാരെ കൊണ്ടുവരികയും അതിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനും ഉണ്ട് എന്ന് വളരെ അറിയാം, എല്ലാവർക്കും അറിയാം എന്നുള്ള പോലെയൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വയലൻസാണ്. അതിൻ്റെയൊക്കെ പുറത്ത് കാണുന്ന സിനിമയിലെ 2-3 കൊലപാതകങ്ങൾ നേരിട്ട് സ്ക്രീനിൽ കാണുന്നു എന്ന് പറയുമ്പം ഈ ഭയങ്കരമായിട്ട് അൺറസ്റ്റാണ് സൊസൈറ്റി മുഴുവൻ. കുറേ സ്ഥലത്ത് ചർച്ചകൾ നടക്കുന്നു, ഈ ഒരു പ്രത്യേക ഒരു സിനിമയിൽ അങ്ങനെ ഒരു വയലൻസ് ഉണ്ട് എന്ന് പറയുന്നു. അതൊക്കെ ശരിയാണ്, അതൊക്കെ തടയപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ തടയപ്പെടേണ്ട വയലൻസ് ഒന്നും പെട്ടെന്ന് ഒരു മഴയത്തുണ്ടായതല്ല, അത് വളരെ ഡീപ്പ് റൂട്ടഡ് ആണ് എന്നും ഇതൊരു സ്ത്രീയെ ഇങ്ങനെ ചെയ്യാം, അതിന് പരാതിപ്പെടാൻ ആരുമില്ല എന്നും ഒക്കെ തോന്നുന്ന ഒരു ഇൻഡസ്ട്രി പുറത്തുവിടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വയലൻസസ് ഒക്കെ സൈലൻ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് മുഴുവൻ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അത് അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയാൽ മാത്രം തിരുത്തപ്പെടുന്നതാണ് ഓൺ സ്ക്രീൻ കാണുന്ന വയലൻസസ്. മാറേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്. അതിപ്പം മാറി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുട്ടികൾ, നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇത്രയും ഓണസ്റ്റി കാണിക്കുന്ന, ഒട്ടും ഹിപ്പോക്രറ്റിക്കൽ അല്ലാതെ നിൽക്കുന്ന കുട്ടികൾ ഏറ്റവും പുതിയ ജനറേഷൻ കുട്ടികളാണ്. നേരത്തെ സ്റ്റേ കേസിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ ക്ലാസ് റൂമിനകത്തോ ഒക്കെ കോംപ്രമൈസിങ് പൊസിഷനിൽ ആണും കുട്ടികളും പെൺകുട്ടികളും ഇരിക്കുന്നത്, സൈഡിൽ കൂടെ ഒരു അധ്യാപകർ പോയാൽ അപ്പം മാറിയിരിക്കും, അങ്ങനെ എന്തോ ഒരു കുറ്റം ചെയ്തത്. ഇപ്പം അങ്ങനെയല്ല, ദേ കണ്ടിന്യൂ, അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ വഴി അധ്യാപികയോ ആര് പോയാലും അത്രയ്ക്ക് സത്യസന്ധമായിട്ട് ജീവിക്കുന്ന അവരെയാണ് നമ്മൾ ഈ വിധം വേറൊരു ഓപ്ഷനും മുന്നിൽ കൊടുക്കാതെ, ഇത് മാത്രമേ മുന്നിൽ ഓപ്ഷൻ ഉള്ളൂ എന്നും, ഞാൻ സോസ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് അത്തരം തീരുമാനമെടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ എത്തിപ്പിടിച്ചാൽ കിട്ടാൻ പാടില്ല ലഹരി പദാർത്ഥം എന്ന് ഉള്ള ഒരു കരുതലെങ്കിലും അതിൻ്റെ മുതിർന്ന ജനറേഷന് വേണം എന്നുള്ളത് കൊണ്ടാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ക്രൈമിനെ നിർത്തിയാൽ തന്നെ എനിക്ക് തോന്നുന്നു പാതിയിലധികം ക്രൈമുകൾ നിർത്തപ്പെടും എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ വിഷയത്തെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സർഗാത്മകത കൊണ്ട് ഹിംസയെ ചെറുക്കാനാകുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചയാണ്. നമുക്കത് പാനലിസ്റ്റുകളുടെ ഒരു കൺക്ലൂഷൻ കൂടി അറിയേണ്ടതുണ്ട്. ദീദി, സമൂഹം സർഗാത്മകമാകുമ്പോൾ ഹിംസ എന്നത് ഇല്ലാതാകുമെന്ന് നമുക്ക് വിശ്വസിക്കാനാവോ? സർഗാത്മകത നേരത്തെ പറഞ്ഞ പോലെ അത് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് അല്ല, അത് ഭയങ്കര ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നതാണ്. ഈ എല്ലാ എലിമെൻറ്റും നമ്മളെ ഉള്ളിൽ തന്നെ നമ്മൾ പേറുന്നുമുണ്ട്.
ആൾക്കാർ എപ്പോഴും പരിഹാസപൂർവ്വം സ്ത്രീയുടെ ശത്രു സ്ത്രീയാണ് എന്ന് പറയുന്ന പോലെയാണ്. അത് ആ സ്ത്രീ അല്ല. അവർ ഏത് ഏജൻസിയാണോ ഏറ്റെടുത്തത് അതാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പത്രവാർത്ത വീട്ടമ്മ എന്ന് പറഞ്ഞ പോലെയാണ്. ഭാഷയാണെങ്കിലും ചരിത്രമാണെങ്കിലും എല്ലാം വളരെ മെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് മാത്രം ഉണ്ടാവുന്ന ക്രിയേറ്റിവിറ്റിയിൽ എന്നോട് ആരെങ്കിലും പറയണ്ട ഞാൻ എങ്ങനെ എഴുതണം എന്ന്. ഞാൻ തന്നെ അത് സെൻസർ ചെയ്യും. എനിക്കറിയാം ഇതിൽ ആക്സെപ്റ്റൻസ് ഏതിനാണ് ഉണ്ടാവുക, ഞാൻ ഇങ്ങനെ കഥ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ക്രിമിനൽ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ സൈലൻസ് ഉണ്ടല്ലോ, അതൊരു കോൺസ്പിറസി തന്നെയാണ്. ഈ പ്രധാനപ്പെട്ട ഒരു സിനിമാ സംഘടനകളും സംസാരിക്കാതിരിക്കുമ്പം ഈ പറഞ്ഞ എല്ലാ മേലാളന്മാർക്കും അനുസരിച്ചാണ് എൻ്റെ ക്രിയേറ്റിവിറ്റി സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ മ്യൂച്വലാണ്. ഈ ക്രിമിനൽ എന്ന് പറയുന്ന അത് ക്രിയേറ്റീവ് ആകുമ്പം അതാവുന്നത് എന്തുകൊണ്ടാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അതിന് ഉതകുന്ന മണ്ണിൽ നിന്നും അങ്ങനെയുള്ള സിനിമകളെ വരൂ. ഇനി തിരിച്ചുമാണ് അത് തിരിച്ച് എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത്തരം സ്ഥലത്ത് ഏതാണ് വിൽക്കപ്പെടുക എന്നത് എൻ്റെ തോട്ട് പ്രോസസ്സിനെ കാര്യമായിട്ട് ബാധിക്കും. എൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വിൽ ബി ഇൻ ട്യൂൺ വിത്ത് ഓൾ ദി ബിലീഫ്സ് ദാറ്റ് ഐ ഹാവ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എൻ്റെ വലിയ ചാലഞ്ച് എൻ്റെ ഉള്ളിലുള്ള ഈ ആണിൻ്റെ കോയ്മ ഉണ്ടല്ലോ, അതിനെ ഞാൻ അനുസരിക്കലുണ്ടല്ലോ, അത് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആണിൻ്റെന്നല്ല, ആരുടെ ആണെങ്കിലും എനിക്കൊരു ഈക്വൽ സ്പേസ് ഉണ്ടെന്ന് എന്നെക്കൊണ്ട് വിചാരിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സെറ്റപ്പിൽ നിന്നുകൊണ്ട് എനിക്ക് അത്തരം ക്രിയേറ്റിവിറ്റി മാത്രമേ സാധ്യമാവുകയുള്ളൂ. സെൻസറിങ് നടക്കുന്നത് സെൽഫ് സെൻസറിങ് ആണ് ആദ്യം. അതുകൊണ്ട് ക്രിയേറ്റിവിറ്റി ഇത് ഭയങ്കര മ്യൂച്വലാണ്. ഇത് ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. ഗൂഗിൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സൊസൈറ്റി കൂടുതൽ ക്രിയേറ്റീവായിട്ട് അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു തോന്നലിൽ നിന്നും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എല്ലാ ആളുകൾ പിൻവാങ്ങുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ഇതൊരു പരസ്പര പൂരകങ്ങളായിട്ട് പോകുന്നൊരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള ഈ സോഷ്യലൈസേഷൻ ആണെങ്കിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള, നമ്മൾ ഒരു തിയേറ്റർ ക്യാമ്പ് നടത്തുമ്പം മനുഷ്യനും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു, ചിരിക്കുന്നു, ഒരുപാട് കളികൾ കളിക്കുന്നു, കളിസ്ഥലത്ത് പോകുമ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള ഒരു സോഷ്യലൈസേഷൻ നടക്കുന്നത് വഴി അത് ഏത് തരത്തിലാണെങ്കിലും, സ്പോർട്സിൻ്റെ മേഖലയിലാണെങ്കിലോ അല്ലെങ്കിൽ കലയുടെ മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തി നമ്മൾ കൊണ്ടും കൊടുത്തും സംസാരിച്ചൊക്കെ അതിൻ്റെ സ്വഭാവത്തിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് വേറൊരു തരത്തിൽ വയലൻസിനെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തിൽ നിന്നൊക്കെ വേറൊരു ഭാഗത്ത് നിന്നുകൊണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം ഡോക്ടർ, ഈ സർഗാത്മകമാകുന്ന ഒരു സമൂഹം കൂടുതലായിട്ട് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്തരം വയലൻസ് ആക്റ്റുകൾ കൂടുതലായി എന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന ഇത്തരം സാഹചര്യത്തിൽ ഒരു സമൂഹം എന്ന രീതിയിലും ഒരു വ്യക്തി എന്ന രീതിയിലും നമുക്ക് ഏറ്റവും ക്രിയാത്മകമായി ഇതിനെ ചെറുക്കാവുന്ന ഒരു വ്യക്തി, ഒരു പേഴ്സണൽ ട്രേറ്റ് എന്തായിരിക്കും നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുക? ഒന്ന്, നമ്മൾ കുട്ടികൾ വളർന്നു വരുന്നതിൽ ഒരു മേജർ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം സ്കൂളുകൾ തന്നെയാണല്ലോ. അപ്പം സ്കൂളുകളിലാണെങ്കിലും വീട്ടിനകത്താണെങ്കിലും നമ്മളിപ്പോൾ അസുഖങ്ങൾ വന്നാൽ വാക്സിൻ എടുക്കുക എന്ന് പറയുമല്ലോ, അതേപോലെ പെരുമാറ്റങ്ങൾ വാക്സിൻ ആകുക എന്ന് പറയും. ബിഹേവിയറൽ വാക്സിൻസ് എന്നാണ് സൈക്കോളജി അതിൽ പറയുന്നത്. അതായത് സ്വയം നമുക്ക് നമ്മൾ എന്താണെന്നൊരു ധാരണ ഉണ്ടാകുക, അതേപോലെ മറ്റുള്ളവരെ അവരായിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ, നമ്മളൊപ്പം ബാക്കിയുള്ള മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവർ അർഹതയുള്ളവരാണെന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ്. പിന്നെ നമ്മൾ ഈ കംപ്ലീറ്റ് അക്കാഡമിക് പോർഷൻസിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതിനൊപ്പം ഇതൊക്കെ കുറച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഡിബേറ്റ്സോ വർക്ക്ഷോപ്സോ, നമ്മളിപ്പോൾ ലൈഫ് സ്കിൽസ് എന്ന് പറയുമല്ലോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയൊക്കെ, അതായത് ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം, ഫ്രസ്ട്രേഷൻസിനെ എങ്ങനെ ബെയർ ചെയ്യാം, ഇതൊന്നും നമ്മൾ ആരെയും ബേസിക്കലി അൺടിൽ അതൊരു പ്രോബ്ലം ആകുന്നത് വരെ ട്രെയിൻ ചെയ്യുകയോ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അത് ലൈഫ് അവർക്ക് എക്സ്പീരിയൻസ് കൊടുത്തിട്ട് അവരെ പഠിപ്പിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ലൈഫിൽ നിന്ന് അത്ര അധികം ബഫർ എക്സ്പീരിയൻസസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് കോണ്ടെക്സ്ച്വലി ഡിസ്കസ് ചെയ്യാം. പിന്നെ ഫാമിലിയിൽ ഓഫ് കോഴ്സ് നമ്മൾ ഇനി കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ മോഡൽസ് ഉണ്ടാകുക എന്നുള്ളത്, അത് സെൽഫ് റെസ്പെക്റ്റിലും മ്യൂച്വൽ റെസ്പെക്റ്റിലും കമ്മ്യൂണിക്കേഷനിലും എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ ഞാൻ രാവിലെ വന്ന് എൻ്റെ കൂടെയുള്ള ഒരാളെ ഹെൽത്തി ആയിട്ടൊന്ന് ഗ്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ വാക്സിനാണ്, ഒരു നല്ല പോസിറ്റീവ് മോഡലാണ്. അപ്പോൾ ഉള്ള ഇൻ്റലിജൻസിനെയും സ്കിൽ സെറ്റിനെയും ഉപയോഗിക്കാൻ പാകത്തിന് നമ്മുടെ ഇമോഷൻസിനെ സ്വയം അറിഞ്ഞ് മനസ്സിലാക്കി ഒരു പരിധി വരെ അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ
കുറേയൊക്കെ നമ്മുടെ ഈ ക്രിമിനൽ അല്ലെങ്കിൽ ആ ലെവലിൽ വരുന്ന ചിന്ത, ഫീലിങ്സിനെ ആ ഒരു ക്രിയേറ്റിവിറ്റിയിൽ, അല്ലെങ്കിൽ എനിക്ക് ഈ ഏർജ് ഇപ്പം ഉണ്ട്, ഞാനതിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു തോട്ട് പോയിന്റിലേക്ക് റീഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്കൊക്കെ ഉള്ളൊരു ഗ്ലോബൽ തോട്ട് ഡയറക്ഷൻസ് തന്നെ നമുക്ക് വളരെ ക്രൂഷ്യലാന്ന് തോന്നുന്നു. തീർച്ചയായും ഒരു സമൂഹം എന്ന രീതിയിൽ ക്രൈമിനെ നേരിടുക, അതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് നമ്മൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്തരം ആശങ്കകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ക്രിയാത്മകമായ ഒരു കൂട്ടായ്മയിലൂടെ കേരളത്തിന് അത് സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കാം. പങ്കെടുത്ത എല്ലാവർക്കും, പാനലിസ്റ്റുകൾക്കും നന്ദി പറയുന്നു. താങ്ക് യു. കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ വെച്ച് നടന്ന ഹിംസയകലും സമൂഹം സർഗാത്മകമാക്കുമ്പോൾ ചർച്ചയുടെ അവസാന ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തവർ പ്രമോദ് രാമൻ, മീഡിയ 1 എഡിറ്റർ, തിരക്കഥാകൃത്തും സാമൂഹിക പ്രവർത്തകയുമായ ദീദി ദാമോദരൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ വർഷ വിദ്യാധരൻ, യുവ എഴുത്തുകാരൻ ഗോകുൽരാജ്, ഒപ്പം ഫഹദ് റാസ.